ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് 1 ഡിവൈഡഡ് ബൈ 9x² പ്ലസ് 6x പ്ലസ് 5 dx. നമുക്കിത് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? ഇത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ള ഒരു ഇൻ്റഗ്രലാണ്, ശരിയല്ലേ? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ള ഇൻ്റഗ്രൽ വിത്ത് സ്ക്വയർ റൂട്ട് ഓർ വിത്തൗട്ട് സ്ക്വയർ റൂട്ട്. അതായത് ചിലപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് വരാം, ചിലപ്പോൾ സ്ക്വയർ റൂട്ട് വരാതിരിക്കാം. ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ് x² ഉള്ളത്. റൂട്ടോ ഉണ്ടാവാം, ചിലപ്പോൾ റൂട്ട് ഇല്ലാതിരിക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. പിന്നീട് പാർഷ്യൽ ഫ്രാക്ഷൻ പഠിക്കുമ്പോൾ വേറൊരു മെത്തേഡും ഉണ്ട്. എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മാർക്ക് കിട്ടും. പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്ന പാർഷ്യൽ ഫ്രാക്ഷൻ എല്ലാം ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ മാത്രമുള്ളൊരു ഫംഗ്ഷൻ റൂട്ട് ഉണ്ടാവാം, ചിലപ്പോൾ റൂട്ട് ഇല്ലാതിരിക്കാം. വന്നാൽ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് ചെയ്യണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x² വെച്ച് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ 9x² എന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. x² വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ 9 ഒന്ന് പുറത്തോട്ട് എടുത്തോട്ടെ. എന്ത് വരും? 9x² നിന്ന് 9 പോയി കഴിഞ്ഞാൽ x² വരും. 6x നിന്ന് 9 ആണ് പോയത്. 6x നിന്ന് 9 ആണ് പോയത്. 9 പോയി കഴിഞ്ഞാൽ 6/9 x ആവും. ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ 9ഉം 9ഉം കട്ടായി പോവുമല്ലോ. 6x തന്നെ കിട്ടുകയും ചെയ്യും. പ്ലസ് 5 നിന്ന് 9 പോയാൽ 5/9 വരും. ഇതിൽ കുറച്ച് ഫ്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഇതിങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഈ 1/9 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തോട്ട് എടുക്കാം. 1/9 പുറത്തോട്ട് എടുത്തു. ഇൻ്റഗ്രൽ ഓഫ് 1 ഇത് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ എഴുതിക്കോട്ടെ, x² പ്ലസ് 6/9 മുകളിലും താഴെയും ഒരു 3 വെച്ച് കട്ട് ചെയ്താലോ? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിലും താഴെ ഒരു 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6/3 എന്നുള്ളത് 2 ആവും. 9/3 എന്നുള്ളത് 3 ആവും. 2/3x പ്ലസ് 5/9 എന്ന് വരും തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ. ഇത് x² വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x² ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം തന്നെ എന്ത് എഴുതണം? ആദ്യം തന്നെ x എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുണ്ടല്ലോ. x എഴുതാം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2/3 ആണല്ലേ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ വരുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ വരുന്നത് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഹാഫ് ഓഫ് 2/3 അല്ലേ? 2/3യുടെ ഹാഫ് എടുക്കുക. 2/3യുടെ ഹാഫ് എടുത്താൽ 1/3 അല്ലേ വരാ? പ്ലസ് 2/3യുടെ അല്ലേ? സൈൻ ഉൾപ്പെടെ വായിക്കുക. പ്ലസ് 2/3യുടെ ഹാഫ് എടുക്കുക, 1/3 കിട്ടും. പ്ലസ് 1/3 കിട്ടും. അതിവിടെ എഴുതുക, ഓൾ സ്ക്വയർ എന്നിടാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 ടേം കറക്റ്റ് ആയിക്കോളും. ആദ്യത്തെ 2 ടേം കറക്റ്റ് ആയിക്കോളും. ഇത് അവസാനിക്കുന്ന എവിടെയാണെന്ന് പറയാമോ? നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആദ്യത്തെ 2 ടേം കറക്റ്റ് ആയിരിക്കും. ഇത് അവസാനിക്കുന്നത് 1/9ലാണ്. ശരിയാണോ? ഇത് അവസാനിക്കുന്നത് 1/9 ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് 5/9 ആണ്. 1/9ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം 5/9 കിട്ടാൻ? ശരിയല്ലേ? b² മീൻസ് 1/9 ആണ് ഇവിടെ അവസാനിക്കുന്നത്. 1/9ൻ്റെ കൂടെ 4/9 ആഡ് ചെയ്താൽ മാത്രമേ 5/9 കിട്ടുള്ളൂ. 1/9ൻ്റെ കൂടെ ഞാൻ 4/9 ആഡ് ചെയ്താൽ 5/9 കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് 1/x പ്ലസ് 1/3 ഓൾ സ്ക്വയർ പ്ലസ് 4/9 നമുക്ക് 2/3 ഓൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 2/3 ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും.
2/3 ഓൾ സ്ക്വയർ ഡി എക്സ്. ഇത് ഏത് ഫോമാണെന്ന് മനസ്സിലായോ? ഞാനിവിടെ എഴുതാം. ഇത് വരുന്നത് ഇവിടെ റൂട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. 1/x² + a² ഫോമിലുള്ള ഇൻ്റഗ്രേഷനാണ് ഈ കാണുന്നത്. വായിച്ചു നോക്കിയേ. എക്സിന് പകരം x + 1/3 വന്നിട്ടുണ്ട്, എക്ക് പകരം 2/3യും. അപ്പോൾ 1/x² + a² ഫോമാണ്. ഇതിൻ്റെ ഫോർമുല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട്ബുക്ക് ഒന്ന് മറിച്ച് നോക്കിയേ. 1/x² + a² ഫോർമുല എന്ന് പറയുന്നത് 1/a tan ഇൻവേഴ്സ് x/a + c എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ കമ്പയർ ചെയ്യുക. നമ്മളിവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് കൺഫ്യൂഷൻ വന്നാലോ. അതായത് ഞാനിപ്പോൾ തന്നെ പറഞ്ഞ കാര്യം തന്നെ, എക്സ് വരുന്നതിന് പകരം x + 1/3 വന്നു അല്ലേ? അതവിടെ എഴുതി വെച്ചോ, അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. എക്സ് വരുന്നതിന് പകരം x + 1/3 ആണ് വന്നിട്ടുള്ളത്. a² പകരം 2/3 ഓൾ സ്ക്വയറും, അഥവാ എക്ക് പകരം 2/3, എക്ക് പകരം 2/3 ആണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നേരെ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞാൻ ഈ എഴുതിയ സൈഡിൽ എഴുതിയ കാര്യങ്ങളില്ലേ, എക്സിൻ്റെയും എയുടെയും വാല്യൂസ്, അത് നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറായി. 1/a എന്ന് പറയുമ്പോൾ 1/a എന്ന് പറഞ്ഞാൽ 2/3 tan ഇൻവേഴ്സ് എക്സ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ x + 1/3 ബൈ എ എന്ന് പറഞ്ഞാൽ 2/3 പ്ലസ് സി. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, അതുകൊണ്ട് ഓൾ ഡിവൈഡ് ബൈ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. 2x ആകുമ്പോൾ /2 ചെയ്യണം, 3x ആകുമ്പോൾ /3 ചെയ്യണം. അങ്ങനെ ഇത് നിലവിലിപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ് ഇപ്പോൾ, അതുകൊണ്ട് ഒന്നും ചെയ്യണ്ട. ഇത് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. 1/2/3 എന്നുള്ളത് റെസിപ്രോക്കൽ എടുത്ത് വരുമ്പോൾ 3/2 ആവും. ടാൻ ഇൻവേഴ്സ് ഇതറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൽ 3x + 1 അല്ലേ. 3x + 1 3x + 1/3 ഓൾ ഡിവൈഡഡ് ബൈ 2/3 പ്ലസ് സി വരും. ഒരു സ്റ്റെപ്പും കൂടി 3/2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ്. ഈ /3 വെട്ടിപ്പോവും, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും /3 വെട്ടിപ്പോയിട്ട് 3x + 1/2 ആവും. 3x + 1/2 ആവും പ്ലസ് സി. ഇതാണ് ആൻസർ വരുന്നത്.